ജിത്തു സാർ, ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു വിവാദം ഉണ്ടായല്ലേ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. സിനിമ റിലീസിൻ്റെ തലേ ദിവസം ഒരു ദീപു ഉണ്ണി കോടതിയെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തു. അവരുടെ സ്ക്രിപ്റ്റിൻ്റെ കോടതിയിൽ കൊടുത്തതിൻ്റെ ഒരു ഡോക്യുമെന്റ്സ് എനിക്ക് കിട്ടി. 79 സംതിങ് പേജ് അല്ല, അത് ഇവിടെ തന്നത്. ഇനി കോടതി കൊടുത്ത പരാതി ഉൾപ്പെടെ അതിൽ 19 തൊട്ടുള്ള പേജുകളിലാണ് അവർ തന്ന കഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആ കഥ പ്രഷർ റൂമിൽ എത്തിക്കുകയും ചെയ്തു. ആ കഥയുമായിട്ട് എനിക്കൊരു സാമ്യം ഈ കഥയുമായിട്ട് തോന്നിയിട്ടില്ല. ഒരിക്കലും നടക്കാത്ത സംഭവം വരെ ആ കഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെന്താണ് സത്യം? അതിൽ സത്യം എന്ന് പറയുന്നത്, ഞാൻ എക്സാക്ട് ഡേറ്റ് ഓർക്കുന്നില്ല. ഒരു ദിവസം ഈ അദ്ദേഹവും ഒരു പെൺകുട്ടിയും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ, എനിക്ക് അതിന് ഫോണിൽ വിളിച്ചായിരുന്നു തോന്നുന്നു. ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു വന്നു, ഇങ്ങനെ ഒരു ഇതാണ്, റിയൽ സ്റ്റോറിയാണ്, ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വന്ന് പുള്ളിയുടെ ഒരു കഥ പറഞ്ഞു. പുള്ളിയുടെ റിയൽ ഇതില്ല, പുള്ളിയുടെ ലൈഫിൽ മാരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ലൈഫിൽ ഒരു ഭയങ്കര സെറ്റ് ബാക്ക് ഉണ്ടായി, ഒരു സ്ട്രോക്ക് കണ്ടു വന്ന്, അങ്ങനെ ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. എന്തായാലും പുള്ളിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. പുള്ളിയുടെ ജോലി പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ വൈഫ് അങ്ങനെ എന്തോ ഒരു സെപ്പറേഷന്റെ ഒരു സംഭവമൊക്കെ വന്നു. പിന്നെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ കണ്ടെത്തണം, അങ്ങനെയൊക്കെയാ. കുട്ടി ഇപ്പം അമ്മയുടെ കൂടെ ഇല്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഞാൻ വേണേൽ പ്രൊഡ്യൂസും ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വേണ്ടത് എന്നെ എന്നിട്ട് ആ പ്രൊഡ്യൂസറും വിളിച്ച് സംസാരിച്ചായിരുന്നു. നമ്മുടെ ഒത്തിരി സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്, തൃശ്ശൂരുള്ള. ഞാൻ മറന്നുപോയി. അത് ഞാൻ പുള്ളിയായിട്ടും സംസാരിച്ചു. അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി എന്നാ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ. എന്നിട്ട് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, പുള്ളിക്ക് ചായയും ഇതൊക്കെ കൊടുത്തു, ഇതെല്ലാം ഇത് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് ലീഗൽ, അപ്പൊ കുറച്ച് കേസൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ കുറച്ച് ലീഗൽ ഡോക്യുമെന്റ്സ് ഒക്കെ എന്നെ കാണിച്ചു. അപ്പൊ ആ ലീഗൽ ഡോക്യുമെന്റ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വല്ല വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ആ സമയത്ത് ശാന്തിനെ ഞാൻ പരിചയപ്പെട്ടു, അറിയാം. അപ്പൊ ഞാൻ ശാന്തിയോട് പറഞ്ഞു, ശാന്തി ഇങ്ങനെ ഒരു കഥ വന്ന ഒരാൾ വന്നൊരു സംഭവം പറഞ്ഞു, ഒരു കഥ വേണം, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യണം കഥ. അപ്പൊ പുള്ളി ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് മീറ്റ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ പുള്ളി നല്ല തിരക്കിട്ട് ഓടുകയാണ്. പുള്ളി ഒരു ദിവസം വൈകുന്നേരം ഇരിക്കാം, പുള്ളി കോടതി കഴിഞ്ഞിട്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ശാന്തിയുടെ വീട് മാരിയറ്റിനടുത്ത് എവിടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞു മാരിയറ്റിൽ തന്നെ കാണാന്ന് പറഞ്ഞു. ഞാൻ അവരോട് അവിടെ വരാൻ പറഞ്ഞു. അവിടെ വന്നിരുന്നു, ശാന്തി ആയിട്ടിരുന്ന് ഈ കഥയുടെ ഒരു ബേസിക് ഇത് അന്നേരം പറഞ്ഞു. ഇല്ല, അങ്ങനെയല്ല, അത് സാർ എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞു. കഥ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഡോക്യുമെന്റ്സ്, അപ്പൊ ഡോക്യുമെന്റ്സ് ഇത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മാരിയറ്റ് വെച്ചിട്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ചപ്പോൾ ശാന്തി പറഞ്ഞ് കുറച്ച് ഡോക്യുമെന്റ്സിന്റെ കാര്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല അത് എൻ്റെ ഇപ്പൊ കയ്യിലില്ല, ഞാൻ പിന്നെ അത് കൊണ്ടുവരാം, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞു. 1 മണിക്കൂർ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും, അല്ലെ? ഒരു മണിക്കൂർ. അത് കഴിഞ്ഞ് അവര് പോയപ്പോൾ ശാന്തി പറഞ്ഞു, പുള്ളി പറഞ്ഞതും കാണിച്ച ഡോക്യുമെന്റ്സും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, ഇത് എന്തോ എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു, ശരി, നമുക്ക് നോക്കാം, അവർ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ ഈ ഡോക്യുമെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് അത് തരുന്നില്ല, ഇങ്ങനെ. അപ്പൊ എനിക്ക് എന്തോ സസ്പീഷ്യസ് ആയിട്ട് തോന്നി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു ശരിയല്ലായ്മയുണ്ട്. പിന്നെ ഞാനത് എന്റർടൈൻ ചെയ്തില്ല. പിന്നെ പുള്ളി വിളിച്ചോണ്ടിരുന്നു. അപ്പൊ ഞാൻ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു. പിന്നെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം ആദ്യം ഒരു ഭയങ്കര ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ട് അത് മാറി. അത് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തില് ഈ റിലീസിന് 2 ദിവസം മുമ്പാണ് ആദ്യം പേര് കണ്ടപ്പോൾ പോലും എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഫോട്ടോ വന്നു. അപ്പോഴാണ് അതിനകത്ത് 2 കാര്യം അതിനകത്ത് ചെയ്തേക്കുന്നത്. അന്ന് മാരിയേറ്റ് വെച്ചിട്ട് ഞങ്ങളുടെ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ. അല്ല, അത് ഫോട്ടോ ഉണ്ട്, ഞങ്ങൾ 3 രൂപ എടുത്തു. അത് കഴിഞ്ഞിട്ട് ശാന്തി അവിടെ ഇരുന്നുകൊണ്ട് മാരിയേറ്റ് നിന്ന് നോക്കുന്നില്ല. അതേ പറഞ്ഞ നോക്കുന്ന ഫോട്ടോയും ഉണ്ട്. ആ ഫോട്ടോ നോക്കുമ്പോ ഇപ്പൊ അവരത് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെയാണ്. അത് ശരിക്കും അത് നോക്കിയാൽ അതിനകത്ത് കാണാം, അത് ലീഗൽ ഡോക്യുമെന്റ്സ്. അത് മാത്രമല്ല, ഇയാള് കോടതിയിൽ കൊടുത്തിരിക്കുന്ന 49 പേജുള്ള അയാളുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 49 പേജുള്ള കണ്ടന്റ് ഔട്ട് ചെയ്യുന്ന ഡയലോഗ്സ് ഉൾപ്പെടെ. ഇപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇനിയിപ്പോ കഥയും പറഞ്ഞ് നമുക്ക് ആരെയും വിളിക്കാൻ പറ്റത്തില്ല. എന്തോരം ചെറുപ്പക്കാർ കഥയായിട്ട് വരുന്നു. ഇനി അവരെങ്ങനെ ഞാൻ വിശ്വസിച്ചെന്റെ വീട്ടിൽ കയറ്റിയിരുത്തും? മനസ്സിലായോ? അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഇപ്പൊ പല സിനിമാക്കാരും പേടിയതാണ്. കഥ പറയാനാന്ന് പറഞ്ഞ് വന്ന് ഇത് കഴിഞ്ഞിട്ട് അവസാനം എവിടെയെങ്കിലും ഒക്കെ അതുപോലെ വേറെ ഇൻസിഡന്റ് ഉണ്ട്. ചിലർ വന്ന് കഥ പറയാൻ തുടങ്ങുമ്പോൾ എവിടെയെങ്കിലും ഒരു പോർഷൻ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിലുണ്ടെങ്കിൽ ഞാൻ അപ്പം പറയും നിർത്തുന്നു പറയും. ഞാൻ 1-2 സംഭവം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കാരണം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പറഞ്ഞ ഒരു ഏരിയ, ഫുൾ കഥയല്ല, ഒരു ഏരിയയിൽ ഇങ്ങനെയുണ്ട്, പിന്നെ നാളെ നിങ്ങൾ പറയരുത് ഇത് കണ്ടിട്ടാണ് എന്ന് പറയരുത് എന്ന് പറഞ്ഞു. അപ്പം ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്നിട്ട് കേസുമായിട്ട് വന്നു. ഒന്നാമത് ലാസ്റ്റ് മിനിറ്റ് കേസ് കൊണ്ടുവരുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവുമല്ലോ. എത്രയോ തവണ ഇപ്പൊ ഈയിടെ എൻ്റെ ഒരു അസോസിയേറ്റ് ഒരു സിനിമ ചെയ്തപ്പം ഞാനത് ഇത് പറഞ്ഞു. ഒരു പയ്യൻ എന്നെ വിളിച്ച ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്തു, ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഇതൊക്കെ ആയിട്ട്.
ഉടനെ ഒരു പയ്യനെ നമ്പർ തപ്പി പിടിച്ചിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളൊരു കഥ വർക്ക് ചെയ്യുന്നുണ്ട്, മനസ്സിലായിട്ടിടത്തോളം ഇതേണ്ട ഒരേ കഥയാന്ന് തോന്നുന്നു സാറേ, ഇത് ഒന്ന് അവർ ടെൻഷനായി അവർ വർക്ക് ചെയ്യുക. അപ്പൊ തന്നെ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ കഥ എന്താണ് അപ്പം ഞാൻ പറഞ്ഞു ആ പുള്ളിക്കാരന്റെ കഥ ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്ന ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, കാരണം അത് ജെന്യുവൻ കേസായിരുന്നു, മനസ്സിലായി, ഒരേപോലെ ചിന്തിക്കാമല്ലോ. ഇത് ജെന്യുവൻ ആയിരുന്നെങ്കിൽ പുള്ളിക്ക് എന്നെ കോൺടാക്ട് ചെയ്യാമല്ലോ, എന്റെ വീടറിയാം. എന്നിട്ട് സാറേ നിങ്ങൾ എൻ്റെ ഒരു പടം ചെയ്യാൻ പോകുന്നു, ഇനി അതെങ്ങാനും ആണോ, നമ്മൾ അപ്പോഴവിടെ ക്ലാരിഫൈ ചെയ്ത് പിടിക്കുകയല്ലേ. അപ്പൊ ഉദ്ദേശം വേറെയാണ്. ഇതിന്റെ ബേസിക് കാര്യം എന്നാണെന്നറിയോ, ഒരു സിനിമ വന്ന് അതിന്റെ റിലീസ് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ പാനിക്കാവും, എന്ത് പണം കൊടുക്കാനും തയ്യാറാവും. കാരണം ചിലപ്പോൾ 10-30 ലക്ഷം രൂപ നഷ്ടം വരും. അപ്പൊ അയാൾ വന്നിട്ട് പറയാം ഒരു 10 ലക്ഷം രൂപ ഞാൻ സെല്ല് ചെയ്തേക്കുന്ന ഒരു പ്രൊഡ്യൂസർ പോയി, എന്നാലും 20 ലക്ഷം രൂപ ലാഭം എന്ന് കരുതും. പക്ഷെ ഇനി ആ പരിപാടിയില്ല, ഞങ്ങൾ അങ്ങനെ കരുതത്തില്ല. ആ നഷ്ടം വരുവാ, ആന്റണി ഏതാ പറഞ്ഞത്, നഷ്ടം വരുവാണോ വന്നോട്ടെ, നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യും. കാരണം എന്തിനാ ഇല്ലാത്ത കാര്യം നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമൊന്നും. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.